നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായ്ക്കും സ്തുതി. തൻ്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറയപ്പെട്ടിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ സ്തുതി. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, കൃപയുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ ശുശ്രൂഷയും നമസ്കാരങ്ങളും നീ കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ തോന്നണമേ. ദൈവമേ, നിനക്ക് സ്തുതി. നിനക്ക് സ്തുതി. പാപികളായ ഇടയാരോട് കരുണയുള്ള രാജാവേ, നിനക്ക് സ്തുതി. പാർക്കുമോ സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ, പരിശുദ്ധമാക്കണമേ. നിന്റെ രാജ്യം വരണമേ. സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിക്കരുത്, പിന്നെയോ തിന്മപ്പെട്ടവരിൽ ഞങ്ങളെ രക്ഷിക്കണമേ. രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമേൻ. കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. നീ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. നിന്റെ ഉദരഫലമായ നമ്മുടെ കർത്താവ് യേശു മിശിഹാ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ശുദ്ധമുള്ള കന്യകമറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ദൈവം തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമീൻ. അനുഗ്രഹങ്ങൾ നിറഞ്ഞിരിക്കുന്നവനെ, അനുകൂലത്തിന്റെ ദിവസത്തിൽ നിന്റെ സൃഷ്ടിപ്പിനെ നീ പുത്തനാക്കി അനുകൂലമാക്കണമേ. നിന്നുള്ള ആശ്രയത്തിൽ മരിച്ചവനെ നോക്കി പാർക്കുന്ന ഞങ്ങളുടെ മരിച്ചവരെ നീ പുണ്യപ്പെടുത്തണമേ. അബ്രഹാമിന്റെയും ഇസ്ഹാക്കിന്റെയും യാക്കോബിന്റെയും മടിയിൽ അവരെ നീ പാർപ്പിക്കണമേ. വന്നവനും വരുവാനും മരിച്ചവരെ ഉയർപ്പിക്കുന്നവനുമായവൻ വാഴ്ത്തപ്പെട്ടവനാകുന്നുവെന്ന് ഞങ്ങളുടെ ശരീരങ്ങളും ആത്മാക്കളും ശരിയാണമേ. ആമീൻ. മോറാനേശുമിശുക, നിന്റെ അനുഗ്രഹങ്ങളുടെ വാതിൽ ഞങ്ങളുടെ മുഖങ്ങൾ നീ അടയ്ക്കരുത്. ഞങ്ങൾ പാപികളാകുന്നു ഞങ്ങളെ ഏറ്റുപറയുന്നു. ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. മരണത്താൽ ഞങ്ങളുടെ മരണം മായപ്പെടുവാനായിട്ട് സ്നേഹം നിന്റെ ഇടത്തിൽ നിന്ന് ഞങ്ങളുടെ പക്കലേക്ക് നിന്നെ ഇറക്കി ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. കരുണയുള്ള ദൈവമേ, നിന്റെ വാതിൽ ഞങ്ങളുടെ അപേക്ഷയുടെ സ്വരം മുട്ടുന്നു. വിരോധിക്കരുത്. ദൈവമേ, ഞങ്ങളുടെ വിലയുള്ള സഹായങ്ങളെ ഞങ്ങൾ വിളിക്കുന്നു. നല്ലവരെ ഞങ്ങളുടെ അപേക്ഷ കേട്ട് നിന്റെ അനുഗ്രഹങ്ങളാൽ ഞങ്ങളുടെ യാതനകൾ നടത്താറാകണമേ. ബാർക്കുമോ ഉയരപ്പെട്ടവന്റെ മറിയിരിക്കുന്ന കർത്താവേ, എന്റെ അനുഗ്രഹത്തിന്റെ ചെറും കഴിഞ്ഞ് ഞങ്ങളെ മറിച്ച് ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. സകലവും കേൾക്കുന്നവനെ, നിന്റെ അനുഗ്രഹത്താൽ നിന്റെ അടിയാറുടെ അപേക്ഷ കേൾക്കണമേ. മോത്തുള്ള രാജാവും രക്ഷകനായ യേശു മിശിഹ, സമാധാന സന്ധിയും പുണ്യമുള്ളരാവും ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളുടെ കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുന്നു. ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും പരിഹരിച്ച് ഇതുവരമായ രണ്ട് ലോകങ്ങളിലും ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ, എന്റെ അനുഗ്രഹം ഞങ്ങളെ മറിച്ച് എന്റെ കൃപ ഞങ്ങളുടെ മോഹങ്ങൾ നിൽക്കണമേ. സ്ലീബാദുഷങ്ങളിൽ നിന്നും അവരുടെ സൈന്യങ്ങൾ ഞങ്ങളെ കാത്തുള്ളണമേ. ഞങ്ങൾ ജീവനോടിക്കുന്ന ആളൊക്കെയും നിന്റെ വലുതങ്ങളുടെ മേൽ ആവസിക്കണമേ. നിന്റെ നിരപ്പ് ഞങ്ങളിൽ വാഴുമാറാകണമേ. നിന്നോട് അപേക്ഷിക്കുന്ന ആത്മാക്കൾക്ക് ശരണവും രക്ഷയും ഉണ്ടാകണമേ. എന്നെ പ്രസവിച്ച മരിയാമിന്റെയും സകല പരിശുദ്ധന്മാരുടെ പ്രാർത്ഥനയാൽ ദൈവമേ, ഞങ്ങളുടെ കടങ്ങൾക്ക് പരിഹാരമുണ്ടാക്കി ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. കർത്താവിന്റെ ബഹുമാനം തൽസ്ഥാനത്ത് നീക്കും വാഴ്ത്തപ്പെട്ടതാവുന്നു. വിശുദ്ധയും മഹത്വമുള്ള തൃത്വമേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളോട് കരുണ ചെയ്യണമേ. വിശുദ്ധിയും മഹത്വമുള്ള തൃത്വമേ, കൃപയുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ. നീ എന്നേക്കും വിശുദ്ധിയും മഹത്വം ഉള്ളവനുമാകുന്നു. നീ എന്നേക്കും വിശുദ്ധിയും മഹത്വമുള്ളവനാകുന്നു. നീ എന്നേക്കും വിശുദ്ധിയും മഹത്വമുള്ളവനും വാഴ്ത്തപ്പെടുവാകുന്നു. ഞങ്ങളുടെ കർത്താവേ, നിനക്ക് സ്തുതി. നിനക്ക് സ്തുതി. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, പരിശുദ്ധമാക്കണമേ. നിന്റെ രാജ്യം വരണമേ. സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ.
ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിൽ ഞങ്ങളെ പ്രവേശിപ്പിക്കരുത്, പിന്നെയോ തിന്മ ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമേൻ. കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവിനോടുകൂടെ നീ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. നിന്റെ ഉദരഫലമായ നമ്മുടെ കർത്താവ് യേശു മിശിഹാ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ശുദ്ധമുള്ളവൻ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ദൈവം തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. ബഹുമാനപ്പെട്ട പെട്ടക്കാരുടെ പ്രാർത്ഥന നാം ഏറ്റുചൊല്ലണം. സർവശക്തിയുള്ള പിതാവായി ആകാശത്തിന്റെയും ഭൂമിയുടെയും കാണപ്പെടുന്നവയും കാണപ്പെടാത്തയുമായ സകലത്തിന്റെയും സൃഷ്ടാവായ സത്യദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും പ്രകാശമുള്ള പ്രകാശവും സത്യമുള്ള സത്യദൈവവും ജനിച്ചവനും സൃഷ്ടിയല്ലാത്തവനും സാരാംശോട് സമത്വമുള്ളവനും സകലവും താൻ മുഖാന്തരമായി നിർമ്മിച്ചവനും മനുഷ്യരായ ഞങ്ങൾക്ക് രക്ഷിക്കും വേണ്ടി തിരുവനന്തപുരം സ്വർഗ്ഗത്തിലിറങ്ങി വിശ്വരൂഹായാൽ ദൈവമാതാവായ വിശ്വനെ പറയാമെന്ന് ശരീരയായി തീർന്ന മനുഷ്യനായി പൊന്തിയോസ് പിലാത്തോസിന്റെ ദിവസങ്ങളിൽ ഞങ്ങൾക്ക് വേണ്ടി കുരിശിൽ തറയ്ക്കപ്പെട്ട് കഷ്ടം അനുഭവിച്ച് മരിച്ചടക്കപ്പെട്ട് മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റ് സ്വർഗ്ഗത്തിലേക്ക് കയറി തന്റെ പിതാവിനവനും ജീവനുള്ളവരെയും മനുഷ്യരെയും വിധിപ്പാൻ തന്റെ വലിയ മോഹത്തോടെ വരുവാനിരിക്കുന്നവനും തന്റെ അവസാനമില്ലാത്തവനുമായ യേശുവിനായ കർത്താവിനെ ഞങ്ങൾ വിശ്വസിക്കുന്നു. സ്ഥലത്തെയും ജീവിപ്പിക്കുന്ന കർത്താവും പുറപ്പെട്ട് പിതാവിനോട് പുത്രനോട് വന്ദിക്കപ്പെട്ട് സ്തുതിക്കപ്പെടുന്നവനും നിബിയന്മാർ സ്ത്രീയന്മാരും സംസാരിച്ചവനുമായ ജീവനും വിശുദ്ധമായാലും കാതോലികവും ശ്രൈകികവുമായ ഏകവിശ്വയിലും ഞങ്ങൾ പാപമോചനത്തിനുള്ള മാമോദീസ ഏറ്റുപറഞ്ഞ് മരിച്ചോട് ഉയർപ്പിനും ലോകത്തിലെ പുതിയതിനുമായി ഞങ്ങൾ നോക്കി പാർക്കുന്നു. ആമീൻ. പാർക്കുമോ സമൻകാലസ് കുറിയലായിസോൻ കുറിയലായിസോൻ കുറിയലായിസോൻ. ഭക്തർപുകഴ്ച പാചനമേ നിന്നിലുദിച്ചോ ഏകസുതൻ ദീർഘരൾ ഞങ്ങളിൽ അലിവാന്തൻ പക്കലപേക്ഷയാണ് മൊറാനീസോ കുരിശും നേൻ മാതൃജനത്തിൻ പ്രാർത്ഥനയും അടികളയും നിൻ കോപത്തിൻ വടികളയും മായ്ച്ചിടേണം. നിർത്തിയിടരുതേ മാതാവേ ഞങ്ങൾക്കായുള്ള പ്രാർത്ഥനയെ ഞങ്ങളിൽ ആർദ്രത തോന്നിയിടാൻ ഏകാത്മജനോടർത്തിക്കും ഓർത്തോമാസ്ലീഹ ഉണ്ടേ മേലും നിന്നോർമ്മ ഉദാഹരണമേ നിൻ പ്രാർത്ഥന നിൻ ഓർമ്മേ ബഹുമാനിച്ചോർക്ക. പരിശുദ്ധന്മാരെ നിങ്ങൾ കർത്താവോട് അടികളയും തൻ കോപത്തിൻ വടികളയും മായ്ച്ചിടേണം. ശരണത്താലേ നിൻ കൃപയിൽ മരണമടഞ്ഞോരു ദാസര നീൻ ജീവാസരമതുണർത്തണമേ കബറിനുദ്യാനത്തിനായി. കുറിയലായിസോൻ കുറിയലായിസോൻ കുറിയലായിസോൻ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ കൃപയുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഉത്തരപള്ളിച്ച് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ നിനക്ക് സ്തുതി. ഞങ്ങളുടെ കർത്താവേ നിനക്ക് സ്തുതി. ഇതിലേക്ക് ഞങ്ങളുടെ ശരണവുമേ നിനക്ക് സ്തുതി. പാർക്കുമോ. അഖിലമലങ്കര പ്രാർത്ഥനയോഗത്തിൻ്റെ ആഭിമുഖ്യത്തിൽ പരിശുദ്ധ സ്ലീഹ നൊയമ്പിനോടനുബന്ധിച്ച് സ്ലീഹന്മാരോടൊപ്പം എന്ന ദൈവിക ശുശ്രൂഷയുടെ ഭാഗമായി ഗാനം ആലപിക്കുന്നത് പുറമറ്റം മുസ്ലിം സെൻറ് മേരീസ് ഇടവക കൊയറംഗങ്ങളാണ്. ഗാന ശുശ്രൂഷ ആരംഭിക്കുന്നു. തേടുന്ന ദൈവം ആത്മാവേ തേടുന്ന ദൈവം ആഴത്തിൽ അനന്തമാസൂരത്തിൽ നിന്നെ അന്തരംഗം കാണും ദൈവം
ആഴത്തിൽ അനന്തമാം ദൂരത്തിൽ നിന്നെന്റെ അന്തരംഗം കാണും ദൈവം. ആഴങ്ങൾ തേടുന്ന ദൈവം. കരുതെറ്റി കടലാകെ ഇളകുമ്പോൾ അഴലുമ്പോൾ മറപറ്റി അണയുവെച്ചാരേ. കരുതെറ്റി കടലാകെ ഇളകുമ്പോൾ അഴലുമ്പോൾ മറപറ്റി അണയുവെച്ചാരേ. തകരുന്ന തോണിയോ ആഴിയിൽ താഴാതെ കരപറ്റാൻ കര നൽകും ദൈവം. തകരുന്ന തോണിയും പാഴിയും താഴാതെ കരപറ്റാൻ കര നൽകും ദൈവം. ആഴങ്ങൾ തേടുന്ന ദൈവം. ആത്മാവെ നേടുന്ന ദൈവം. ആഴത്തിൽ അനന്തമാം ദൂരത്തിൽ നിന്നെന്റെ അന്തരംഗം കാണും ദൈവം. ആഴങ്ങൾ തേടുന്ന ദൈവം. ഉയരത്തിൽ ഉലഞ്ഞിടും കരുക്കളിൽ ഒളിക്കുമ്പോൾ ഉണർന്നിന്നെ ക്ഷണിച്ചിടും സ്നേഹം. ഉയരത്തിൽ ഉലഞ്ഞിടും കരുക്കളിൽ ഒളിക്കുമ്പോൾ ഉയർന്നിന്നെ ക്ഷണിച്ചിടും സ്നേഹം. കനിഞ്ഞെന്നെ വിരുന്നീടു വഴിയാതെ ഭവനത്തിൽ കടന്നെന്നെ പുടർന്നിടും ദൈവം. കനിഞ്ഞെന്നെ വിരുന്നീടു വഴിയാതെ ഭവനത്തിൽ കടന്നെന്നെ പുടർന്നിടും ദൈവം. ആഴങ്ങൾ തേടുന്ന ദൈവം. ആത്മാവെ നേടുന്ന ദൈവം. ആഴത്തിൽ അനന്തമാം ദൂരത്തിൽ നിന്നെന്റെ അന്തരംഗം കാണും ദൈവം. ആഴങ്ങൾ തേടുന്ന ദൈവം. മനംനൊന്തു കണ്ണൂരി തരംഗമായി തൂകുമ്പോൾ കനമുള്ളൻ പാപങ്ങൾ വായിക്കും. മനംനൊന്തു കണ്ണൂരി തരംഗമായി തൂകുമ്പോൾ കനമുള്ളൻ പാപങ്ങൾ വായിക്കും. മനമാറ്റും ശുദ്ധമായി പോലെ വെണ്ണയ കനിവുള്ളൻ നിത്യനാം ദൈവം. മനമാറ്റും ശുദ്ധമായി പോലെ വെണ്ണയ കനിവുള്ളൻ നിത്യനാം ദൈവം. ആഴങ്ങൾ തേടുന്ന ദൈവം. ആത്മാവെ നേടുന്ന ദൈവം. ആഴത്തിൽ അനന്തമാം ദൂരത്തിൽ നിന്നെന്റെ അന്തരംഗം കാണും ദൈവം. ആഴങ്ങൾ തേടുന്ന ദൈവം.
അതിർമാറ്റി വിളവേൽക്കാൻ യജമാനനെത്തുമ്പോൾ അതിർകൂട്ടി വിധിയോടും നേരം അതിർമാറ്റി വിളവേൽക്കാൻ യജമാനനെത്തുമ്പോൾ അതിർകൂട്ടി വിധിയോടും നേരം അവനവൻ വിതറുന്ന വ്യക്തിൻ പ്രതിഫലം അവനായവൻ നേടും ദൈവം അവനവൻ വിതറുന്ന വ്യക്തിൻ പ്രതിഫലം അവനായവൻ നേടും ദൈവം ആഴങ്ങൾ തേടുന്ന ദൈവം ആത്മാവേ നേടുന്ന ദൈവം ആഴത്തിൽ നടന്ന വാസോരത്തിൽ നിന്നെങ്കിൽ അന്തരംഗം കാണും ദൈവം ആഴത്തിൽ നടന്ന വാസോരത്തിൽ നിന്നെങ്കിൽ അന്തരംഗം കാണും ദൈവം ആഴങ്ങൾ തേടുന്ന ദൈവം. 38-ാം സങ്കീർത്തനം. യഹോവേ, ക്രോധത്തോടെന്നെ ശിക്ഷിക്കരുതേ, ഉഗ്രനീരസത്തോടെന്നെ ദണ്ഡിപ്പിക്കുകയും അരുതേ. നിന്റെ അസ്ത്രങ്ങൾ എന്നിൽ തറച്ചിരിക്കുന്നു, നിന്റെ കൈ എൻ്റെ മേൽ ഭാരമായിരിക്കുന്നു. നിന്റെ നീരസം ഹേതുവായി എൻ്റെ ദേഹത്തിൽ സൗഖ്യമില്ല, എൻ്റെ പാപം ഹേതുവായി എൻ്റെ അസ്ഥികളിൽ സ്വസ്ഥതയുമില്ല. എൻ്റെ അകൃത്യങ്ങൾ എൻ്റെ തലയ്ക്ക് മീതെ കവിഞ്ഞിരിക്കുന്നു, ഭാരമുള്ള ചുമട് പോലെ അവ എനിക്ക് അതിഘനമായിരിക്കുന്നു. എൻ്റെ പോഷത്വം ഹേതുവായി എൻ്റെ വ്രണങ്ങൾ ചീഞ്ഞു നാറുന്നു. ഞാൻ കുനിഞ്ഞേറ്റം കുനിയിരിക്കുന്നു, ഞാൻ ഇടപെടാതെ ദുഃഖിച്ചു നടക്കുന്നു. എൻ്റെ അരയിൽ വരൾച്ച നിറഞ്ഞിരിക്കുന്നു, എൻ്റെ ദേഹത്തിൽ സൗഖ്യമില്ല. ഞാൻ ക്ഷീണിച്ച് അത്യന്തം തകർന്നിരിക്കുന്നു. എൻ്റെ ഹൃദയത്തിലെ ഞെരുക്കം നിമിത്തം ഞാൻ അലറുന്നു. കർത്താവേ, എൻ്റെ ആഗ്രഹമൊക്കെയും നിന്റെ മുമ്പിൽ ഇരിക്കുന്നു, എൻ്റെ ഞെരുക്കം നിനക്ക് മറിഞ്ഞിരിക്കുന്നതുമില്ല. ദൈവമേ, സ്തുതി നിനക്ക് യോഗ്യമാവുന്നു. ബാറക്കുമോ. ത്രിയേക ദൈവത്തിൻ്റെ സ്തുതി. കർത്താവിൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, ശിഷ്യന്മാരുടെ ജീവിതം പഠനവും ധ്യാനവുമായി ഈ ദിവസങ്ങളിൽ നമ്മുടെ ഹൃദയത്തിൽ ദൈവവചനത്തിൻ്റെ അനുഗ്രഹീതമായ അനുഭവം വ്യാപരിക്കുകയാണ്. ശിഷ്യന്മാരെക്കുറിച്ച് ഓർക്കുമ്പോൾ വളരെ അത്ഭുതകരമായ അനുഭവമാണ് നമ്മുടെ മനസ്സിലേക്ക് വരിക. ഇന്ന് നാം ധ്യാനിക്കുന്നത് ശ്ലീഹന്മാരിൽ ശ്രദ്ധേയമായ സ്ഥാനം അലങ്കരിച്ച വിശുദ്ധ മത്തായി ശ്ലീഹായെക്കുറിച്ചാണ്. വിശുദ്ധ മത്തായി ശ്ലീഹായെ യേശു വിളിക്കുന്നത് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 9-ാം അധ്യായം 9-ാം വാക്യത്തിൽ. യേശു അവിടെ നിന്ന് പോകുമ്പോൾ മത്തായി എന്നു പേരുള്ള ഒരു മനുഷ്യൻ ചുങ്കസ്ഥലത്തിരിക്കുന്നത് കണ്ടു. എന്നെ അനുഗമിക്കുക എന്ന് അവനോട് പറഞ്ഞു. അവൻ എഴുന്നേറ്റ് അവനെ അനുഗമിച്ചു എന്ന വേദഭാഗത്തിലൂടെയാണ്. ചുങ്കക്കാരനായ മത്തായി. എന്നാൽ വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷത്തിലും ലൂക്കോസിൻ്റെ സുവിശേഷത്തിലും മത്തായി എന്നുള്ള പേരല്ല പരാമർശിക്കുന്നത്. വിശുദ്ധ മർക്കോസ് പറയുന്നത് ചുങ്കക്കാരനായ ലേവിയെ യേശു വിളിച്ചു എന്നാണ്. വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായം 27-ാം വാക്യത്തിൽ അതിനുശേഷം അവൻ പുറപ്പെട്ട് ലേവി എന്നു പേരുള്ളൊരു ചുങ്കക്കാരൻ ചുങ്കസ്ഥലത്തിരിക്കുന്നത് കണ്ട് എന്നെ അനുഗമിക്കുക എന്നവനോട് പറഞ്ഞു. സകലതും വിട്ട് അവൻ എഴുന്നേറ്റ് അവനെ അനുഗമിച്ചു എന്ന്. അപ്പോൾ യേശുവിൻ്റെ ശിഷ്യന്മാരിൽ ചുങ്കക്കാരനായി അറിയപ്പെടുന്നത് ലേവി എന്നു പേരുള്ള മത്തായി ശ്ലീഹായാണ്. ലേവി എന്നുള്ളത് കൊണ്ട് തന്നെ പൗരോഹിത്യ ഗോത്രത്തിൽപ്പെട്ട ആളാണ് എന്ന് വ്യക്തമാണ്. ലേവി എങ്ങനെയാണ് ചുങ്കക്കാരനാവുക? റോമാ സാമ്രാജ്യത്തിൻ്റെ വരുമാന മാർഗമായി അതിൻ്റെ കീഴിലുള്ള യഹൂദ സമൂഹത്തോട് കരം പിരിക്കുന്നതിന് യഹൂദന്മാരിൽ നിന്ന് തന്നെ ആളുകളെ ഏർപ്പാടാക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. കരം പിരിവിന്, ചുങ്കം പിരിവിന് തയ്യാറാകുന്ന ആളുകൾ
സാധാരണഗതിയിൽ മനസാക്ഷിയില്ലാത്തവരും പണത്തോട് ആർത്തിയുള്ളവരുമാണ്. അതുകൊണ്ട് തന്നെ കർശനമായ രീതിയിൽ ദാക്ഷിണ്യരഹിതമായി തങ്ങളുടെ ആളുകളിൽ നിന്ന് ചുങ്കം പിരിച്ചെടുക്കുന്നതിൽ അവർ ബദ്ധശ്രദ്ധ പുലർത്തിയിരുന്നു എന്നുള്ളതാണ് സത്യം. സക്കായിയെക്കുറിച്ച് നാം കാണുന്നുണ്ട്. സക്കായി എത്രമാത്രം കുറ്റബോധത്തോടെയാണ് യേശുവിൻ്റെ അടുത്തേക്ക് വരുന്നത് എന്ന് നാം വായിക്കുക. വസ്തുവിൽ പകുതി കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ അത്രമാത്രം അനധികൃതമായ സ്വത്ത് മറ്റുള്ളവരുടെ അന്യാധീനപ്പെടുത്തി സ്വന്തമാക്കുന്ന ഒരു ശൈലിയാണ് ചുങ്കം പിരിവ്. പുരോഹിത ഗോത്രത്തിൽപ്പെട്ട ലേവി പണത്തോടുള്ള ആർത്തി കൊണ്ട് ചുങ്കം പിരിവുകാരനായിട്ട് മാറി എന്ന് വേണം അനുമാനിക്കുവാൻ. ലേവി ചുങ്കസ്ഥലത്ത് ഇരിക്കുന്നു എന്ന് പറയുമ്പോൾ ലേവിയുടെ മാനസികാവസ്ഥ വളരെ വ്യക്തമാണ്. അതായത് യേശുവിൻ്റെ സുവിശേഷ ഘോഷണത്തിൻ്റെ മധ്യേ പണത്തോടുള്ള ആർത്തിയും നിഷ്കരുണമായ മാനസികാവസ്ഥയും, ഒരു സ്വാർത്ഥനായ ഒരു മനുഷ്യൻ യേശുവിൻ്റെ വിളി കേട്ട് അവൻ്റെ പിന്നാലെ ചെല്ലുന്നു എന്നുള്ളതാണ് മത്തായി ശ്ലീഹായുടെ ആദ്യ ഭാഗം നമ്മെ ഓർമ്മപ്പെടുത്തുക. എന്നാൽ വിശുദ്ധ ലൂക്കോസ് 5-ാം അധ്യായം 28-ാം വാക്യത്തിൽ അവൻ സകലതും വിട്ട് എഴുന്നേറ്റ് അവനെ അനുഗമിച്ചു എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അവിടെ ഒരു ഫുൾ സ്റ്റോപ്പാണ്. ചുങ്കം പിരിവ് അവസാനിപ്പിച്ച് തനിക്കുള്ളതെല്ലാം ഉപേക്ഷിച്ച് വിട്ടുകളഞ്ഞ് യേശുവിൻ്റെ പിന്നാലെ യാത്ര ചെയ്യുന്ന മത്തായി. ഇത് ശിഷ്യന്മാരുടെ മറ്റു പലരുടെയും ജീവിതത്തിൽ കാണുന്നത് പോലെ പടകും വലയും കിട്ടിയ മീനും വിട്ടിട്ട് പത്രോസും കൂട്ടരും അനുഗമിച്ചതുപോലെ ലേവി തനിക്കുള്ളതെല്ലാം വിട്ട് ക്രിസ്തുവിനെ അനുഗമിക്കുക. അതിനേക്കാൾ ശ്രദ്ധേയമായ ഒരു വസ്തുത 29-ാം വാക്യത്തിൽ, ലൂക്കോസ് 5-ാം അധ്യായം 29-ാം വാക്യത്തിൽ അവൻ വീട്ടിൽ ഒരു വലിയ വിരുന്ന് യേശുവിന് വേണ്ടി ഒരുക്കി. ചുങ്കക്കാരും മറ്റു വലിയൊരു പുരുഷാരവും അവരോടുകൂടെ പന്തിയിലിരുന്നു. അപ്പോൾ യേശുവിന് വീട്ടിലൊരു വിരുന്നൊരുക്കുകയും ആ വിരുന്നിലേക്ക് തൻ്റെ സഹചാരികളായ ചുങ്കക്കാരെയും തൻ്റെ പ്രിയപ്പെട്ട ആളുകളെ പുരുഷാരത്തെ എല്ലാം കൂട്ടി യേശുവിൻ്റെ അടുത്തേക്ക് അവരെ കൊണ്ടുവരുവാൻ ലേവി ഒരു ശ്രമം നടത്തുന്നതായിട്ട് നാം വായിക്കുന്നുണ്ട്. അതായത് ക്രിസ്തുവിനെക്കുറിച്ച് കേട്ട ലേവി തൻ്റെ വീട്ടിൽ ക്രിസ്തുവിന് വിരുന്നൊരുക്കുകയും ആ വിരുന്നിലേക്ക് തന്നെ പോലെയുള്ള ആളുകളെ ക്ഷണിക്കുകയും ചെയ്തുകൊണ്ട് ക്രിസ്തുവിനാൽ അവർ ആകർഷിക്കപ്പെടുവാൻ, അവർ ക്രിസ്തുവിൻ്റെ സ്വാധീനത്തിന് വിധേയരാകുവാൻ ഒരു ശ്രമം, സത്യത്തിൽ ഒരു വിശാലമായ സുവിശേഷ മേഖല ക്രിസ്തുവിൻ്റെ മുമ്പിൽ ലേവി തുറന്നു കൊടുക്കുന്നതായിട്ട് നാം വായിക്കുന്നു. മറ്റ് ശിഷ്യന്മാരിലൊന്നും, മറ്റുള്ളവരൊക്കെ പേഴ്സണലായി ക്രിസ്തുവിനെക്കുറിച്ച് അടുത്ത ആളോട് പറയുമ്പോൾ ലേവി ചെയ്യുന്നത് വീട്ടിലൊരുക്കിയ വിരുന്നിൽ എല്ലാവരെയും കൂട്ടിക്കൊണ്ടുവന്ന് യേശു അവരെ സ്വാധീനിക്കാനുള്ള സാഹചര്യം. പക്ഷേ അത് പരീശന്മാർ വിമർശിക്കുന്നുണ്ട്. ചുങ്കക്കാരും പാപികളുമാണ് യേശുവിനോടുകൂടെ തിന്നുകുടിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് വിമർശിക്കുന്നുണ്ട്. യേശു അതിന് മറുപടിയായി ദീനക്കാർക്കല്ലാതെ സൗഖ്യമുള്ളവർക്ക് വൈദ്യനെ കൊണ്ട് ആവശ്യമില്ല, ഞാൻ നീതിമാന്മാരെ അല്ല പാപികളെ അത്രേ മാനസാന്തരത്തിന് വിളിപ്പാൻ വന്നിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് അതിനെ എതിരിടുന്നതായിട്ട് നാം കാണുന്നുണ്ട്. അപ്പോൾ ലേവിയുടെ ശ്രമം നമ്മൾ വളരെ മനോഹരമായ ഒരു പരിശ്രമമായിട്ട് ഗണിക്കേണ്ടതാണ്. താൻ അറിഞ്ഞ ക്രിസ്തുവിനെ, പാപമംഗലമായ ജീവിതത്തിൽ നിന്ന് താൻ അറിഞ്ഞ ക്രിസ്തുവിനെ മറ്റുള്ളവർക്ക് കൊടുക്കുവാൻ അതേ സ്വഭാവത്തിലുള്ള ആളുകളെ, സത്യത്തിൽ മാനസാന്തരപ്പെടുന്ന ഒരാൾ തൻ്റേതായ സ്വഭാവത്തിൽ ജീവിച്ച ആളുകളെ ക്രിസ്തുവിലേക്ക് കൊണ്ടുവരുവാനായിട്ട് ബാധ്യസ്ഥനാണ്, ശ്രമിക്കേണ്ടതാണ് എന്ന് ഈ ഭാഗം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. വിശുദ്ധ മത്തായി ശ്ലീഹായെക്കുറിച്ച് നാം കാണുന്ന പ്രധാനപ്പെട്ട വസ്തുത, പുതിയ നിയമത്തിലെ ആദ്യത്തെ പുസ്തകം മത്തായി ശ്ലീഹായുടെ സുവിശേഷമാണ്. അത് യഹൂദന്മാരിൽ നിന്ന് ക്രിസ്ത്യാനികളായവരെ ഉദ്ദേശിച്ച് എഴുതപ്പെട്ടതാണ്. മാത്രമല്ല മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ട വേദപുസ്തകത്തിലെ ആദ്യത്തെ പുസ്തകവും വിശുദ്ധ മത്തായിയുടെ സുവിശേഷമാണ്. അപ്പോൾ യഹൂദന്മാരിൽ നിന്ന് ക്രിസ്ത്യാനികളായവരെ എന്ന് പറയുമ്പോൾ മത്തായി ശ്ലീഹ ഇപ്പം നമ്മൾ കണ്ടത് തൻ്റെ കൂടെയുള്ള ചുങ്കക്കാരെയും പാപികളെയും ക്രിസ്തുവിലേക്ക് കൊണ്ടുവരുന്നു. 2, യേശുക്രിസ്തുവിൻ്റെ പുനരുത്ഥാനത്തിന് ശേഷം മത്തായി ശ്ലീഹ ചെയ്യുന്നത്
തൻ്റെ സമൂഹമായി നിന്ന, യഹൂദ സമൂഹമായി നിന്ന ക്രിസ്തീയ സ്വഭാവത്തിലേക്ക് വരുന്ന ആളുകളെ, വന്നവരെയും വരുവാനുള്ളവരെയും ഒരുപോലെ ആകർഷിക്കുവാൻ പഴയ നിയമത്തിൻ്റെ ഉദ്ധരണികളെ ഉദ്ധരിച്ചുകൊണ്ട്, സൂചിപ്പിച്ചുകൊണ്ടും വിശദീകരിച്ചുകൊണ്ടും പ്രവചനങ്ങളുടെ പൂർത്തിയായി മശിഹായെ അവരുടെ മുമ്പിൽ അവതരിപ്പിച്ച് തൻ്റെ സമൂഹത്തിന് ക്രിസ്തുവിനെ കാട്ടിക്കൊടുക്കുന്ന മനോഹരമായ ശൈലി. വംശാവലി 1-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തുമ്പോൾ യേശുക്രിസ്തുവിനെ അബ്രഹാമിൻ്റെ പുത്രനായി, ദാവീദിൻ്റെ പുത്രനായി യേശുക്രിസ്തുവിൻ്റെ എന്ന് പറയുമ്പോൾ യഹൂദ സമൂഹത്തിൻ്റെ രക്ഷകനായി അവതരിക്കുന്ന മശിഹായെ അവതരിപ്പിച്ചുകൊണ്ട് തൻ്റെ സമൂഹത്തിൻ്റെ രക്ഷയ്ക്കും വീണ്ടെടുപ്പിനും ഉതകുന്ന തരത്തിലുള്ള ഒരു സുവിശേഷം എഴുതുവാനും പ്രചരിപ്പിക്കുവാനും മത്തായി ശ്ലീഹ ശ്രദ്ധിച്ചു എന്നുള്ളത് നമുക്ക് ഓർക്കാം. ഇവിടെ 2 പ്രധാനപ്പെട്ട കാര്യം. ഒന്ന്, താൻ ഇരുന്ന സ്ഥലം ആർത്തിയുടെയും സ്വാർത്ഥതയുടെയും സംസ്കാരമാണ്, ചുങ്കസ്ഥലം. അവിടെ നിന്ന് അനേകരെ പീഡിപ്പിച്ച് പിഴിഞ്ഞ് പണമുണ്ടാക്കി സുഖിച്ച് പുളച്ചു കഴിഞ്ഞ മത്തായി ചുങ്കസ്ഥലത്ത് ക്രിസ്തുവിൻ്റെ വിളി കേട്ട് സകലതും വിട്ട് അവനെ അനുഗമിക്കുക. 2, അനുഗമിച്ച മത്തായി അഥവാ ലേവി തൻ്റെ സമരൂപത്തിലുള്ള ചുങ്കക്കാരെയും പുരുഷാരത്തെ ഒരുമിച്ച് തൻ്റെ വീട്ടിൽ ഒരുമിച്ച് കൂട്ടി ഒരു വിരുന്ന് നടത്തി. അതിൽ ക്രിസ്തുവിനെ ക്ഷണിച്ചു വരുത്തി ക്രിസ്തുവിൻ്റെ വചനം അവർക്ക് കേൾക്കാനുള്ള അവസരം, താൻ ബൈ ചാൻസായി കേട്ട ആ വചനം അവർക്ക് കേൾക്കാനുള്ള ബോധപൂർവമായ അവസരമുണ്ടാക്കി. പരീശന്മാരുടെയും ഒക്കെ വിമർശനത്തെ അതിജീവിച്ചുകൊണ്ടാണ് മത്തായി അത് ചെയ്തത്. 3, തൻ്റെ സമൂഹം ക്രിസ്തുവിനെ അറിയുവാൻ പഴയ നിയമ ബന്ധത്തിൽ ക്രിസ്തുവിനെ അവതരിപ്പിക്കുവാൻ മത്തായി ശ്ലീഹ ശ്രമിച്ചു. ഈ ശ്ലീഹായുടെ മധ്യസ്ഥത നമുക്ക് കാവലും കോട്ടയുമാവട്ടെ. ആ പിതാവിൻ്റെ പ്രാർത്ഥനയാൽ ഇന്നത്തെ ആർത്തിയുടെ സംസ്കാരം, ഇന്നത്തെ സ്വാർത്ഥതയുടെ സംസ്കാരം, മറ്റുള്ളവരെ അവരുടെ സുഖത്തിലേക്ക് കടന്നു കയറി അത് സ്വന്തമാക്കി അനുഭവിക്കുന്ന ഇന്നത്തെ പ്രാകൃത രൂപം, അതിൽ നിന്ന് മനുഷ്യ മനസാക്ഷിക്ക് വിടുതൽ നൽകി ലേവി എങ്ങനെ വിളി കേട്ട് യേശുവിൻ്റെ പിന്നാലെ വന്നു, അതുപോലെയുള്ള ഒരു മാറ്റത്തിന് എല്ലാവർക്കും ദൈവം ഇട നൽകട്ടെ, നമുക്കും അതിന് യോഗ്യത നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ നിർത്തുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. കാരുണ്യവാനായ ദൈവമേ, പരിശുദ്ധനായ മത്തായി ശ്ലീഹായുടെ സ്വഭാവ വൈശിഷ്ട്യം ഞങ്ങളിൽ വ്യാപരിക്കണം. ആ പിതാവിൻ്റെ മധ്യസ്ഥത ഞങ്ങൾക്ക് കാവലാകണമേ. കർത്താവേ, പിതാവിനെ പോലെ സ്വാർത്ഥത ഉപേക്ഷിച്ച് നിന്നെ പിൻപറ്റുവാനും ഞങ്ങളുടെ കൂടെയുള്ള ആളുകൾക്ക് നിൻ്റെ പ്രകാശത്തെ കണ്ടെത്തുന്നതിന് അവസരമൊരുക്കുവാനും കർത്താവെ, തിരുവചനം മൂലം ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ ബോധവൽക്കരിക്കുവാനും ഞങ്ങൾക്ക് നീ കൃപ നൽകണം. ഈ വലിയ പ്രതിസന്ധിയിൽ നിന്ന് ഞങ്ങളെ കരകയറ്റണമേ. നോമ്പ് അനുഗ്രഹമായി തീരണം. ഞങ്ങളുടെ വാങ്ങിപ്പോയിട്ടുള്ളവരെ ആശ്വസിപ്പിക്കണമേ. ഞങ്ങൾ നിനക്ക് സ്തുതിയും സ്തോത്രവും കരയേറ്റുന്നു, ഇപ്പോഴും എല്ലായ്പ്പോഴും എന്നും എന്നേക്കും തന്നെ. ആമേൻ. പിതാവാം ദൈവത്തിൻ്റെ സ്നേഹവും ഏകജാതൻ്റെ കൃപയും പരിശുദ്ധാത്മാവിൻ്റെ സംബന്ധവും സഹവാസവും ഞങ്ങളെല്ലാവരോടും, ഈ ശുശ്രൂഷയെ സംബന്ധിച്ച എല്ലാ മക്കളോടും, ലോകത്തിൽ ഇന്ന് നേരിടുന്ന പ്രതിസന്ധി അനുഭവിക്കുന്ന എല്ലാ സഹോദരങ്ങളോടും ഇപ്പോഴും എല്ലായ്പ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.